ഹായ് ഫ്രണ്ട്സ്, സ്പൈസസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടേത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉള്ളിത്തണ്ട് തോരനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പിടി ഉള്ളിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഉള്ളിത്തണ്ടെന്നും സ്പ്രിംഗ് ഒണിയനെന്നും ഒണിയൻ സ്റ്റാക്സ് എന്നും ഒക്കെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് ആ മുകളിലത്തെ പൂവൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. എല്ലാം ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 വെളുത്തുള്ളി അതുകൂടി ചേർക്കാം. ഒരു പച്ചമുളക്, അത്യാവശ്യം വലിയൊരു പച്ചമുളകാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ച് എടുക്കാനേ പാടുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണോളം കടുകിടുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2-3 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കാം. വലിയ വേവൊന്നുമില്ല ഇതിന്. ആ ഒരു ആവിയിലിരുന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങാക്കൂട്ട് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഉപ്പ് ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വീണ്ടും സിമ്മിൽ തന്നെ ഒരു 2 മിനിറ്റ് ആവിയിൽ തന്നെ ഒന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈസി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.